മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Aspire not to have more, but to be more. ഓസ്കാർ റൊമേറോയുടെ ഈ മനോഹരമായ ഒരു ചിന്ത ഈ ചാരിറ്റി മോളും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, സോഷ്യൽ വിഷനിലെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയ ഒരു വലിയ ചിന്ത ഇതായിരുന്നു. കാരണം ഞാൻ അവിടെ ഉള്ള ആളുകളോട് ചോദിച്ചറിഞ്ഞായിരുന്നു, ഇതുമാതിരി സാധനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആളുകൾ വന്നിട്ട് ഇത് ഭാര്യ എടുത്തു കൊണ്ടുപോകില്ല, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ അവിടെയുള്ള വോളണ്ടിയേഴ്സിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വാരി കൂട്ടുക എന്ന് പറയുന്നത് ഉള്ളവൻ്റെ സ്വഭാവമാണ്, നേരെ മറിച്ച് ഇല്ലാത്തവൻ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. എൻ്റെ കണ്ണ് നന്നായി തുറപ്പിച്ച ഒരു നിരീക്ഷണമായിരുന്നു. വാരിക്കൂട്ടുന്നത് ഉള്ളവൻ്റെ സ്വഭാവമാണ്, ഇല്ലാത്തവൻ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾക്ക് അവയ്ക്ക് ആവശ്യമുള്ളവർ അവിടെ ഉണ്ട് എന്ന് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന ദൈവത്തിനറിയാം. അപ്പോൾ അവിടെ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. അവർ വാരിക്കൂട്ടാൻ വരുന്നവരല്ല. അവർക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ അത് ഒന്നേ ആവശ്യമുണ്ടെങ്കിൽ ഒന്നേ എടുക്കുകയുള്ളൂ, ഒന്നിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കില്ല, ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. ഇത് രണ്ടും വളരെ 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 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് അവിടെ ചൂഷണം നടക്കുന്നില്ല. അവിടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഒരു നന്ദിപൂർവ്വം അതിനെ സമീപിക്കുമ്പോൾ സ്വാർത്ഥതയോടെ ഒരു കൺസ്യൂമറായിട്ട് ആ വ്യക്തിക്ക് മാറാൻ കഴിയില്ല. കാരണം എൻ്റെ ആവശ്യത്തിൽ എനിക്കായി ഒരു സംഗതി, ഒരു വസ്തു ലഭിച്ചിരിക്കുന്നു, അത് മതി, സന്തോഷവാനാണ് ആ വ്യക്തി. എനിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് കിട്ടുമ്പോൾ എൻ്റെ സന്തോഷം പോവുകയുള്ളൂ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വിവേകം ആ വ്യക്തിക്കുണ്ട്. നമ്മുടെ പലരുടെയും സന്തോഷം കളയുന്നത് ആവശ്യത്തിൽ കൂടുതലുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം. നമ്മിൽ പലരുടെയും സന്തോഷം കളയുന്നത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പലതുമുണ്ട് എന്നുള്ള പരമമായ സത്യം നാം എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആനന്ദം തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് വേറെ ആരുടെയോ ആവശ്യത്തിനുള്ളതാണെന്നും അത് പിടിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അസ്വസ്ഥത എന്നും അതാണ് ഞാൻ ചെയ്യുന്ന സാമൂഹ്യ തിന്മ, ഇറ്റ്സ് എ സോഷ്യൽ സിൻ എന്നും തിരിച്ചറിയുകയും ആവശ്യമായ തിരുത്തലുകൾ ജീവിതത്തിൽ നടത്തുകയും ചെയ്യും. ഇതാണ് ഓസ്കാർ റൊമേറോ എന്നെ ഓർമ്മിപ്പിച്ചത് അവിടെ വെച്ച്. ആസ്പയർ നോട്ട് ടു ഹാവ് മോർ ബട്ട് ടു ബി മോർ, ടു ബി മോർ കൈൻഡ്, to be more patient, to be more gentle, to be more generous, to be more authentic, to be more genuine. അങ്ങനെ ഒരുപാട് മോർ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ ടു ഹാവ് മോർ ആൻഡ് മോർ ആൻഡ് മോർ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസവും നല്ലൊരു നാളുകളും എല്ലാവർക്കും നേരുന്നു. ഇനി സമ്മർ വെക്കേഷനാണല്ലോ. വ്യക്തിപരമായി എനിക്ക് കുറച്ച് യാത്രകളും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇതുണ്ടാവില്ല. ഒരു മെയ് പകുതിയോടുകൂടി പുനരാരംഭിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പം എല്ലാവർക്കും എല്ലാ നന്മയും നേരുന്നു. ലെറ്റ് us aspire to be more and cease to be aspiring to have more. ദൈവം അനുഗ്രഹിക്കട്ടെ.
റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യും.